ഇന്ന് എന്നെപ്പറ്റി പറയാനാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. ഞാൻ ചെയ്തതായ ജോലികളുടെ കണക്കും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ 45 വയസ്സിനിടയിൽ ഞാൻ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തു. ബില്ലിംഗ് സെക്ഷനിൽ, വെയ്റ്ററായിട്ട്, ഹോട്ടലിൽ പാത്രം കഴുകുവാൻ, നമ്മുടെ മേക്കപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയി. അതുപോലെ തന്നെ ബാൻഡ് മേളം, ശിങ്കാരി മേളം, ഗൾഫിൽ മേക്കപ്പിൻ്റെ ഇതായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വന്ന് പച്ചക്കറി കച്ചവടം ചെയ്തു, തുണിക്കച്ചവടം ചെയ്തു, ഒരു തയ്യക്കട ഇട്ടു. അതിലൊന്നും ഞാൻ ക്ലച്ച് പിടിച്ചില്ല. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സിനിമാ മോഹം വളർന്നു. അങ്ങനെ ഞാൻ നാടകം ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു, നൃത്തനാടകം ചെയ്തു, വെബ് സീരീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സീരിയലും ചെയ്തു, സിനിമയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് രോഗം വന്ന് എൻ്റെ സിനിമാ ലോകവും എൻ്റെ ആഗ്രഹങ്ങളും കുറച്ച് അസ്തമിച്ചു. പക്ഷേ ഞാൻ സിനിമ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ടിരിക്കാതെ ഞാൻ വീണ്ടും പരിശ്രമിച്ച് എനിക്ക് കിട്ടിയ ജോലിയാണ് പെസ്റ്റ് കൺട്രോളിൽ മരുന്ന് തളിക്കാൻ പോയി. പാറ്റയ്ക്കും കൊതുകിനും ഇങ്ങനെ മരുന്ന് എല്ലാ കമ്പനികളിലും പോയി, ഓഫീസുകളിൽ പോയി മരുന്ന് തളിക്കാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ ട്രാഫിക് വാർഡനായിട്ട്, പോലീസ് വാർഡനായിട്ട് ജോലി കിട്ടി. ഇപ്പം ഞാൻ അതിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ നമുക്കൊന്നിനും കഴിയില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഞാനൊരു ഉദാഹരണമായിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. ഒരിക്കലും നമ്മൾ തളരരുത്. നമ്മൾ ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാനുള്ള മനസ്സ് താല്പര്യം കാണിക്കണം. എല്ലാ ജോലിയിലും ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒന്നും ഭാരമായിട്ട് തോന്നത്തില്ല. നമ്മുടെ കുടുംബം പോറ്റുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കുവാൻ ഇന്ന് ഒരുപാട് മേഖലകളിൽ ജോലികളുണ്ട്. അത് കണ്ടെത്തി ആരെ മുന്നിലും താഴാതെ തല ഉയർത്തി നിൽക്കുവാൻ നിങ്ങൾക്ക് ഞാനൊരു ഉത്തമോദാഹരണമായി കാണിക്കുവാണ്.